JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 2 സ്റ്റേജിനുമുള്ള പരീക്ഷകൾ കഴിഞ്ഞു. അപ്പോൾ ഓരോ ജില്ലയിലും കട്ട് ഓഫ് എത്ര വരും എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ നിർണയങ്ങളാണ് ഓരോ ജില്ലയിലും ഉദ്യോഗാർത്ഥികൾ അവരുടെ അഭിപ്രായം അനുസരിച്ച് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 സ്റ്റേജിലും പരീക്ഷകൾ പൊതുവെ ഓരോ സ്റ്റേജിൽ എഴുതിയ ഉദ്യോഗാർത്ഥികളും ഓരോ അഭിപ്രായമാണ് തങ്ങൾക്ക് ലഭിച്ച പരീക്ഷയെക്കുറിച്ച് ഓരോ ഉദ്യോഗാർത്ഥികളും പറയുന്നത്, അവർ വിലയിരുത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കട്ട് ഓഫിനെ കുറിച്ചൊക്കെ നമ്മൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നമുക്ക് മൊത്തത്തിൽ ഇതുവരെ നടന്ന ഓരോ ജില്ലയിലും പരീക്ഷയെ വിലയിരുത്തി അതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരിക എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ല എടുത്താൽ തിരുവനന്തപുരം ജില്ലയിൽ 66 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നാണ് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറയുന്നത്. അവരുടെ മാർക്കുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും പറഞ്ഞ അവർ വിലയിരുത്തിയ പരീക്ഷയെക്കുറിച്ച് നടത്തിയ അഭിപ്രായങ്ങളുടെയൊക്കെ ഒരു ഗൂഢമായ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ 66 മാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അടുത്തത് പത്തനംതിട്ട ജില്ല എടുത്താൽ 61 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണ്, സാധ്യതകളാണ് പൊതുവെ എല്ലാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ 63 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്, സാധ്യതകളാണ് നമുക്ക് പൊതുവെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കുറച്ചുകൂടിയൊക്കെ തിരുവനന്തപുരം ജില്ലയുടെ അടുത്ത് തന്നെ കട്ട് ഓഫ് മാർക്ക് തൃശ്ശൂർ ജില്ലയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലും 66 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഇച്ചിരി കൂടി ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ കുറച്ചുകൂടി കട്ട് ഓഫ് മാർക്ക് കുറയുമെന്നുള്ള ഒരു ധാരണയിലാണ്. അതായത് ഏകദേശം സാധ്യത പറയുന്നത് 63 മാർക്ക് മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വരുമെന്നാണ് സാധ്യതകൾ പറയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ മറ്റു ജില്ലകളെ തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളെ പോലെ തന്നെ അവിടെയും കട്ട് ഓഫ് മാർക്ക് ഇടിച്ചു നിൽക്കുമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഉള്ളത്. 66 മാർക്ക് കട്ട് ഓഫ് മാർക്ക് കോഴിക്കോട് ജില്ലയിലും എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയാണ് കൊല്ലം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ മറ്റ് ജില്ലകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ കട്ട് ഓഫ് മാർക്ക് മറ്റുള്ള ജില്ലകളിൽ നിന്ന് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 60 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊല്ലം ജില്ലയിലെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിലെ കൊല്ലം ജില്ലയേക്കാൾ കുറച്ചുകൂടി ഒരു പടി മുന്നിൽ നിൽക്കും. അതായത് ഏകദേശം 61 മാർക്ക് കട്ട് ഓഫ് മാർക്ക് കൊല്ലം ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒന്നടങ്കം അഭിപ്രായം പറയുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് ഇടുക്കി ജില്ലയിൽ പൊതുവെ കട്ട് ഓഫ് മാർക്ക് കുറവുള്ള ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇടുക്കി ജില്ല പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സെന്ററായിട്ട് വെക്കാറുണ്ട് താനും. അപ്പോൾ അവിടെ ഉള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 57 മാർക്കാണ് ഇടുക്കി ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയായിട്ട് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അഭിപ്രായങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്നാൽ എറണാകുളം ജില്ലയിൽ തിരുവനന്തപുരം തൃശ്ശൂരും കോഴിക്കോടൊക്കെ ജില്ലകളുടെ അത്രയും വരികില്ല എങ്കിൽ പോലും ഏകദേശം ഒരു 64 മാർക്കോളം കട്ട് ഓഫ് മാർക്ക് എറണാകുളം ജില്ലയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. തങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകമായിട്ട് പറയുകയും അങ്ങനെ മറ്റുള്ള ജില്ലകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എറണാകുളം ജില്ലയിൽ 64 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. എന്നാൽ പാലക്കാട് ജില്ല എടുത്താൽ പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ലയും തിരുവനന്തപുരം ജില്ലയുടെയും ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ 65 മാർക്ക് പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയും 66 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. വളരെ
ധാരാളം ഉദ്യോഗാർത്ഥികൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ ജില്ല. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറയാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് 60 മാർക്കോളം വരാനാണ് കാസർഗോഡ് ജില്ലയിൽ സാധ്യത പറയുന്നത്. അങ്ങനെ ഓരോ സ്റ്റേജിലും നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ, ഉദ്യോഗാർത്ഥികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ നോക്കുമ്പോൾ കട്ട് ഓഫ് മാർക്ക് പല ജില്ലകളിലും വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ തിരുവനന്തപുരവും അതുപോലെ തന്നെ പാലക്കാടും തിരുവനന്തപുരം, കണ്ണൂരും, തൃശ്ശൂരും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെ കട്ട് ഓഫ് മാർക്ക് കൂടി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇടുക്കി ജില്ലകളിൽ കുറഞ്ഞു വരുമെന്നുള്ള അഭിപ്രായത്തിലാണ്. അങ്ങനെ ഓരോ ജില്ലയും നമ്മൾ വിലയിരുത്തുമ്പോൾ കട്ട് ഓഫ് മാർക്കിന്റെ സാധ്യത, പ്രതീക്ഷകൾ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ഇതിൽ നിന്നൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കി ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് മാറ്റാൻ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണയിൽ ഈ രീതിയിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെ ഇതായിരിക്കുമെന്നുള്ള കട്ട് ഓഫ് മാർക്കിൽ പ്രതീക്ഷയിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി അങ്ങ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.